മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയണേ അല്ലാ. പടച്ചവനേ, നിന്റെ പ്രവാചകനെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഈ പാപങ്ങളെ സഹായിക്കുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബി. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിൽ സുന്നത്ത് ചെയ്യുന്നവർ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇപ്പൊ നിർത്താറായിട്ടാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 11:15 11:30 നിർത്താമെന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, വാക്കു പറഞ്ഞാൽ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അള്ളാഹു നമുക്ക് വാക്കു പാലിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? നിങ്ങൾ ഇരുന്ന ഒരു ഇത്തിരി നേരം കൂടെ പറയില്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യും. എന്ത് വേണം? മണിയർ രഹസ്യമൊന്നും അല്ലല്ലോ. EP ഉസ്താദൊക്കെ വഴുതു പറഞ്ഞാൽ എല്ലാവരും കേൾക്കാനിരിക്കും, നമുക്ക് പറ്റുമല്ലോ. എന്ത് വേണം? പറയണോ ഇരിക്കോ? ദുആ ചെയ്യണോ ഇരിക്കോ? പറയണം. ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. എനിക്ക് 1 പവനൊന്നും വേണ്ട. പെൺകുട്ടികളെ കെട്ടിക്കാൻ 1 പവനൊന്നും വേണ്ട. ഞാൻ 1 ഗ്രാമേ ചോദിക്കത്തുള്ളൂ, ഒരേ 1 ഗ്രാം. അത് ഈ വർഷമല്ല, അടുത്ത വർഷം അറൂസിൽ അൽഹംദുലില്ലാ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. ഞാൻ അത് ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പൈസയുടെ കാര്യം പറയുമ്പോ ഇല്ല, എന്റെ ചങ്ങായിമാരെ എല്ലാരും പറയണൊരു മറുപടി ഉണ്ട്. നിങ്ങൾ സ്വന്തം ശാപം വലിച്ചു വെക്കണവരാ പലരും. നിങ്ങളുടെ ജീവിതത്തിന്റെ നാശം നിങ്ങൾ തന്നെയാ, വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. എല്ലാവരോടും ചോദിക്കും പൈസയുണ്ടോ? ഇല്ല ഉസ്താദെ. കൈ വെച്ചിട്ട് പറയില്ല. നോട്ട് നിരോധനം വന്നു, ആകെ ഒന്നുമില്ല. ആരാ പറഞ്ഞ? എല്ലാ എണ്ണത്തിന്റെ കയ്യിലും ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്. 2000-ന്റെ നോട്ട് മോഡി സാറ് നിർത്തി, ബാങ്കിലോട്ട് പോകുന്നൊന്നും തിരിച്ചു വരുന്നില്ല. അത് കാരണം ഇപ്പൊ വീട്ടിൽ വെച്ചിരിക്കുക. നേരത്തെ 500-ന്റെ 1000-ന്റെ ഒക്കെ കെട്ടുകണക്കിന് വെക്കണമായിരുന്നു. ഇപ്പൊ എളുപ്പ വഴിയാ, ഇത്തിരി വെച്ചാൽ മതി, വെക്കാൻ നല്ല സ്ഥലവാ. എല്ലാവരും കയ്യിൽ പൈസ വെച്ചിട്ടുണ്ട്. പക്ഷെ ചോദിച്ചാ പറയും ഇല്ല. നീ 10 പ്രാവശ്യം ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹു നിന്നെ എത്തിങ്ങാനലാക്കി കളയും. കാരണം നീ കൈ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞവനാണ്. ഒരുപാട് പ്രാവശ്യം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് കള്ളം പറഞ്ഞു. അവസാനം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയുന്നു. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയണം. ഞാൻ തരൂല, അതിൽ ആണത്തുണ്ട്. വീട്ടിലൊരാൾ വന്നു, ഞാൻ തരൂല, എന്റെ കയ്യിലുണ്ട്, അതിലൊരു മര്യാദയുണ്ട്. അല്ലെങ്കിൽ കൊടുക്കുക. വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പാപം വരിക്കണേ. കൈ വെച്ചിട്ട് കള്ളം പറഞ്ഞ പാപം കൂടാ. കള്ളം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തേ? കള്ളം പറയുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്തേ? നാളെ അവന്റെ തല പട്ടിയുടെ തലയും കഴുതയുടെ രൂപവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചിന്തിച്ച്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ സഫിയ റളിയല്ലാഹു തആല അൻഹ തന്റെ മകനോട് വിളിച്ചു, മോനെ ഈ വാടാ, ഒരു സമ്മാനം തരാം. ഒരു പെണ്ണ് തന്റെ മകൻ വെളിയിൽ കളിച്ചോണ്ടിരിക്കണ, എത്ര വിളിച്ചിട്ടും വരുന്നില്ല. അവനെ വിളിച്ചു, വാടാ മോനെ, ഒരു സമ്മാനം തരാം. ചെറുക്കൻ ഓടി വീടിനകത്ത് കയറി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കാനാണോ വിളിച്ചത്? ഇല്ല നബിയെ, ഒരുപാട് നേരം വിളിച്ചിട്ടും വരുന്നില്ല, അപ്പോ അതുകൊണ്ട് വിളിച്ചതാ. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഒരു കാരക്കയുണ്ട് നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ കള്ളം പറഞ്ഞ പാപം അള്ളാഹു നിനക്ക് എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് മക്കളോട് പറയും, മോനെ അത് മേടിച്ചേരാ, ഇത് മേടിച്ചേരാ, അങ്ങനെ മേടിച്ചേരാ, എങ്ങനെ മേടിച്ചേരാ. മോനെ ഫോൺ വിളിക്കുമ്പോ വീട്ടിൽ പിരിവുകാരോ വന്നാ വാപ്പ ഇല്ലാന്ന് നീ തന്നെ പറഞ്ഞേക്കണേ. വാപ്പ വീടിനകത്തിരിക്കും. അള്ളാഹുബെ പിരിവിന് ആരെങ്കിലും വരുന്നത് കണ്ടാ പറയും, വാപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കട, കള്ളം പറഞ്ഞേക്കട. നമ്മൾ തന്നെ മക്കളെ കള്ളം പഠിപ്പിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം നിന്റെ മക്കള് ഭൂലോക കള്ളരാകും. അവരുടെ രസം ഉണ്ടാവും. നിന്റെ മക്കള് കള്ളരെന്ന് പറഞ്ഞാൽ കള്ളന്മാരായിട്ട് ചരിത്രത്തിൽ കാണാം. ഖബറിനകത്ത് ജീവിതത്തിൽ എപ്പോഴും കള്ളം പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഖബറിനകത്ത് കൊണ്ടുവച്ചപ്പോ മുൻകറും നക്കീറും വന്നിട്ട് ചോദിച്ചു, മൻ റബ്ബുക. ഖബറിനകത്ത് 2 മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയാ, ഇപ്പൊ 2 എണ്ണം വന്നിട്ട് പോയതേ ഉള്ളൂ, പിന്നെയും നിങ്ങളും വന്നു. അള്ളാഹു മുൻകറും നക്കീറും വിചാരിച്ചു, പടച്ചോനെ ഞങ്ങളല്ലാതെ വേറെ ആരും ഖബറി വരില്ല, ഇവെന്താടാ ഈ പറയണേ? ഇപ്പൊ 2 പേര് വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ, വീണ്ടും 2 എണ്ണം വന്നിരിക്കുന്നു.
പടച്ചോനെ രണ്ടുപേരും കൂടെ ചോദിച്ചു, അള്ളാഹു ഇതെന്താ പടച്ചോനെ? അപ്പൊ പറഞ്ഞ മറുപടി, ഓ നാവെടുത്ത കള്ളവേ പറയത്തുള്ളൂ, ചുമ്മാതെ പറഞ്ഞതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ ബസ്സിൽ കയറുമ്പോ ടിക്കറ്റ് എടുക്കാൻ വന്ന് ചോദിക്കും, ടിക്കറ്റ് ഇല്ല, ഒന്ന് മതി. കുട്ടി, അള്ളാഹു അവന് 2.5 വയസ്സായി, പെണ്ണ് കെട്ടാറായി സ്കൂളിൽ പഠിക്കുന്ന മക്കള്. പടച്ചോനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എനിക്ക് അത്ഭുതം തോന്നി. ടിക്കറ്റ് എടുക്കുന്ന ആള് വന്നിട്ട് ചോദിച്ചു, കുട്ടി ഇല്ല, കുഞ്ഞിന് വയസ്സായില്ല. അപ്പൊ അവൻ അയാൾ ചോദിച്ചു, മോനെ നിനക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കണത്. കുറച്ചനെ കഴിഞ്ഞില്ല. ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടെ പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം വേണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ റഹ്മിൻ ഗഫൂർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 3ാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? അത് കുടുംബ ബന്ധം ചേർക്കുന്നവരാ. തന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്ന മക്കളാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാണ്, അവരെ ബഹുമാനിക്കുന്ന മക്കളാണ്, അവരെ ആദരിക്കുന്ന മക്കളാണ്, അവർക്ക് നൽകേണ്ട പരിഗണന നൽകുന്ന മക്കളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് സ്നേഹമുള്ള എത്ര മക്കളാ ഉള്ളത്? ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, കിളവി നീ മിണ്ടരുതെന്ന് പറയുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മയോടും ബാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നു മോനെ? എങ്ങനെ കഴിയുന്നു മോനെ? നിന്നെ ഗർഭം ചുമന്ന, നിന്നെ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിക്കാ, സ്വന്തം ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നടാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വേണ്ട മോരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഉമ്മാന്റെ കണ്ണുനീര് വാങ്ങിവെക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കള്, ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയാരെന്നറിയുവോ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി ചെന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ. 3 പ്രാവശ്യം ഉമ്മ എന്നാ പറഞ്ഞത്. 4ാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. കാരണം എന്ത്? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാട്. ഗർഭം ചുമന്നത് ഉമ്മയാട്, നൊന്ത് പ്രസവിച്ചത് ഉമ്മയാട്, പാല് തന്നത് ഉമ്മയാട്. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ? നിന്റെ ഗർഭം ചുമന്ന സമയത്ത് അല്ലാഹുവേ, ആരെങ്കിലും ഒരു മനുഷ്യർ നിന്റെ തോളിലേക്ക് കൈയൊന്നെടുത്ത് വെച്ചാ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ നീ പറയും, എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാ. നിനക്കത് ഇഷ്ടപ്പെടൂല. 9.5 മാസം നിന്റെ ഉമ്മ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നു മോര്. ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കല്യാണത്തിന് പോകും, ഉമ്മയ്ക്ക് പോകാൻ കഴിയുന്നില്ല. ഉമ്മയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയുന്നില്ല. ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ കഴിയുന്നില്ല. കാരണം ഉമ്മാന്റെ വയറ്റിൽ നീ കടന്നത് കൊണ്ടാ പൊന്നുപോര്. എന്നിട്ട് നിന്നെ പ്രസവിച്ച അപ്പ എത്തെല്ലാ വേദന സഹിച്ചു പോര്. നിന്റെ ഉമ്മ എത്ര കരഞ്ഞിട്ടുണ്ടാകും. പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ
എത്ര വിളിച്ചു കൂവിയിട്ടുണ്ടാകും ചെറുപ്പക്കാരാ. ആ മരണവേദന സഹിച്ചത് നിന്റെ ഉമ്മയാ മോനെ. പട്ടിണിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുമ്പോഴും നീ ഒന്ന് കരഞ്ഞാൽ ഓടി വന്ന് കോരിയെടുത്തത് നിന്റെ ഉമ്മയാ മോനെ. നിന്റെ മൂത്രവും കാഷ്ടവും എല്ലാം വാരിയതവരല്ലേ. ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനകത്തൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ. നിനക്ക് പണം കിട്ടിയപ്പോ, നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയപ്പോ, ആ ഉമ്മയുടെ ദുആ കൊണ്ട് റബ്ബ് നിനക്കൊരു അനുഗ്രഹം തന്നപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികം പറ്റായല്ലോടാ മനുഷ്യ. എങ്ങനെ കഴിയുന്നടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. വാപ്പയ്ക്ക് പ്രതിഫലമില്ലെന്നല്ല, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം. വാപ്പയുടെ മഹത്വം എന്തെന്നറിയോ? സ്വർഗത്തിലെ മധ്യത്തിലെ സ്വർഗത്തിന്റെ നടുക്കത്തെ കവാടം വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടത്തിലെ മധ്യഭാഗത്തെ വാതിലുണ്ടല്ലോ, മോനെ അതാണടാ വാപ്പ, മോനെ അതാണടാ